കാപ്പിപ്പെണ്ണ്. കഥ എഴുതിയത് അനിഴൻ. ആംബുലൻസിന്റെ സൈറൻ കാക്കോട് ജംഗ്ഷനെ കീറി മുറിച്ചാണ് പാഞ്ഞു പോയത്. MC റോഡിലെ കനത്ത തിരക്കിലേക്ക് പെട്ടെന്ന് കയറി വന്ന KSRTC ബസ് ബ്രേക്ക് ഇട്ടപ്പോൾ നിയന്ത്രണം വിട്ട് ഒരു ബൈക്ക് മറിയുകയായിരുന്നു. റോഡരികിലെ കോൺക്രീറ്റ് കട്ടയിലേക്ക് തലയിടിച്ച് തെറിച്ചു വീണ ആ ചെറുപ്പക്കാരൻ ചോരയിൽ കുളിച്ചാണ് കിടന്നത്. വണ്ടി നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും ഭയത്തോടെ മാറി നിന്നു. ചുറ്റും കൂടിയവരാകട്ടെ ആ ദാരുണമായ കാഴ്ച കണ്ട് സഹായിക്കുന്നതിനേക്കാൾ മൊബൈൽ ക്യാമറകളിൽ ദൃശ്യങ്ങൾ പകർത്താനുള്ള തിരക്കിലായിരുന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി തോളിലെ ബാഗ് ഒതുക്കി പിടിച്ചുകൊണ്ട് ഒരുവൾ അവിടേക്ക് നടന്നെടുത്തു. തൻ്റെ വെളുത്ത കോട്ടൺ സാരിയുടെ തുമ്പ് ഒട്ടും മടിക്കാതെ കീറിയെടുത്ത് അവൾ ആ ചെറുപ്പക്കാരൻ്റെ തലയിലെ മുറിവിലേക്ക് അമർത്തി പിടിച്ചു. ചുറ്റുമുയർന്ന വണ്ടികളുടെ ഹോൺ ബഹളങ്ങൾക്കിടയിലും ഉറച്ച ശബ്ദത്തോടെ അവൾ പറഞ്ഞു, നോക്കി നിൽക്കാതെ ആരെങ്കിലും ഒരു ഓട്ടോ വിളിക്ക്, വേഗം ആശുപത്രിയിൽ എത്തിക്കണം. അവളുടെ ആ വിളി കേട്ടാകണം മരവിച്ചു നിന്ന ആൾക്കൂട്ടത്തിൽ നിന്നും 2 പേർ ഓടിച്ചെന്ന് ഒരു ഓട്ടോറിക്ഷയുമായി വന്നു. ചോര പുരണ്ട കൈകളോടെ ആ ചെറുപ്പക്കാരനെ താങ്ങിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ അവളുടെ കൂടെയുണ്ടായിരുന്ന രാഘവൻ പറഞ്ഞു, മെമ്പർ കൂടെ പൊക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഓട്ടോറിക്ഷ മെഡിക്കൽ കോളേജിലേക്ക് പായുമ്പോൾ ചോരയുടെ ചുവപ്പ് പടർന്ന തൻ്റെ കൈപ്പത്തികളിലേക്ക് ദേവിക നോക്കി. വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ ചോരയും വെയിലും കലർന്നൊരു ഉച്ചയ്ക്കാണ് അവളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുണ്ടായത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അന്തരീക്ഷത്തിന് ദാരിദ്ര്യം കരിപിടിച്ച അടുക്കളയുടെ മണമുള്ളതായി അവൾക്ക് തോന്നി. അവൾ ഇന്നത്തെ ജനപ്രിയ നേതാവായ മെമ്പർ ദേവിയ ആകുന്നതിനു മുമ്പ് വെറും ഒരു കാപ്പിപ്പെണ്ണ് മാത്രമായിരുന്നു. ദാരിദ്ര്യം എന്നത് വിശപ്പ് മാത്രമല്ല, മനുഷ്യന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന അപകർഷതാബോധം കൂടിയാണെന്ന് അവൾ കൗമാരത്തിൽ തന്നെ അനുഭവിച്ചറിഞ്ഞിരുന്നു. അച്ഛൻ മരിച്ചതിനു ശേഷം അമ്മയോടൊപ്പം വലിയമ്മയുടെ തറവാട്ടിലെ ഒരു ചെറിയ മുറിയിലായിരുന്നു താമസം. എടി കാപ്പിപ്പൊടി പെണ്ണേ, ഒന്ന് വേഗം നടക്ക്. സ്കൂളിലേക്കുള്ള വഴിയിൽ സമപ്രായക്കാരായ കുട്ടികൾ അവളെ നോക്കി പരിഹസിക്കുമായിരുന്നു. അവളുടെ നിറവും എണ്ണമയമില്ലാത്ത ചെമ്പിച്ച മുടിയും ഒട്ടിയ കവിളുകളും ക്ലാസ് മുറികളിൽ അവളെ ഒരു അധികപ്പറ്റാക്കി മാറ്റി. ബെഞ്ചിലിരിക്കുമ്പോൾ അവളുടെ ശരീരമൊന്ന് തൊട്ടാൽ അഴുക്കാകുമെന്ന മട്ടിൽ സഹപാഠികൾ മാറിയിരിക്കുമായിരുന്നു. വല്യമ്മ ജാനകിക്ക് അവൾ ഒരു കൺകണ്ട ശനിയായിരുന്നു. അടുക്കളയിലെ കരിപിടിച്ച ചുവരിലിരുന്ന് അവൾ പഴയ പുസ്തകം മറിക്കുമ്പോൾ വലിയമ്മയുടെ ശകാരമുയരും. പഠിച്ച് വലിയ കളക്ടറാവാൻ നോക്കുന്നു, ഈ കറുത്ത തൊലിയും വെച്ചോണ്ട് ഏതവനാ നിന്നെ കെട്ടാൻ വരുന്നത്? ഈ മൂദേവിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പഠിപ്പിലും പണത്തിലും പിന്നിലായ അവൾക്ക് ഭാവി എന്നത് കനത്ത ഇരുട്ടു നിറഞ്ഞ ഒരു ചോദ്യചിഹ്നമായിരുന്നു. തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് അവൾ തന്നെ ഉറപ്പിച്ചു പോയ കാലം. അങ്ങനെ ഒരു ദിവസമാണ് താലൂക്ക് ഓഫീസിലെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്കായി പോയി മടങ്ങുമ്പോൾ അവൾ ആ കാഴ്ച കണ്ടത്. കടുത്ത വെയിലിൽ ടാർ ഉരുകുന്ന റോഡിൽ ഒരു വൃദ്ധൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ഒരു ലോറി തട്ടിയിട്ട് നിർത്താതെ പോയതാണ്. ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടെങ്കിലും ആരും തൊടുന്നില്ല. പോലീസ് കേസാകും, ആശുപത്രി കൊണ്ടുപോയാൽ പണം കെട്ടിവെക്കേണ്ടി വരും. ഇതായിരുന്നു കൂടി നിന്നവരുടെ ന്യായങ്ങൾ. ഭയവും അപകർഷതയും ശീലമാക്കിയ ദേവികയുടെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല. താൻ ഒരുപാട് അനുഭവിച്ച മാറ്റി നിർത്തപ്പെടലിന്റെ വേദന മറ്റൊരു ജീവനിൽ കണ്ടതുകൊണ്ടാകാം അവൾ ജനക്കൂട്ടത്തെ ഭേദിച്ച് മുന്നോട്ടാഞ്ഞു. റോഡരികിലെ കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങി അവൾ ആ വൃദ്ധന്റെ തല മടിയിൽ താങ്ങി പിടിച്ച് ചുണ്ടിലേക്ക് ഇറ്റിച്ചു കൊടുത്തു. ദാ ഇതൊന്ന് കുടിക്ക അപ്പൂപ്പ, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആ കൈകളിൽ ഒരു അമ്മയുടെ കരുതലുണ്ടായിരുന്നു. ആരും വരാതിരുന്നപ്പോൾ വഴിപോക്കനായ ഒരു ചെറുപ്പക്കാരന്റെ സഹായത്തോടെ അവൾ ഒരു ആംബുലൻസ് വിളിപ്പിച്ചു. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നതുവരെ അവൾ ആ കത്തുന്ന വെയിലിൽ ചോരപ്പാടുകൾ നിറഞ്ഞ വസ്ത്രത്തോടെ അവിടെ തന്നെ നിന്നു. ആളുകൾ അവളെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഭയം തോന്നിയ അവൾ വേഗം വീട്ടിലേക്ക് നടന്നു.
വസ്ത്രത്തിലെ ചോര കണ്ട് അന്നും വലിയമ്മയുടെ വക ചീത്ത വിളിയുണ്ടായിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷമാണ് ആ വൃദ്ധൻ അവളുടെ വീട് തിരക്കി പിടിച്ചു വരുന്നത്. പേര് അയ്യപ്പൻ. നാട്ടുകാർ പറയുന്ന ഈശ്വരവിശ്വാസമില്ലാത്ത ആരുമില്ലാത്ത ഒരു തന്നിഷ്ടക്കാരൻ. തലയിൽ കെട്ടിയ വെള്ള തുണിയുമായി ഒരു കയ്യിൽ വടിയും കുത്തിപ്പിടിച്ച് അയാൾ അവളുടെ മുറ്റത്ത് വന്നു നിന്നു. മോളെ ദേവിക. ആ വിളിയിൽ ഒരു ആത്മബന്ധത്തിന്റെ വിറയലുണ്ടായിരുന്നു. ദേവിക അത്ഭുതത്തോടെ നോക്കി. അപ്പൂപ്പൻ സുഖം പ്രാപിച്ചോ? എങ്ങനെ ഇവിടെ? എന്തെങ്കിലും കാര്യത്തിനാണോ അപ്പൂപ്പൻ വന്നത്? അയ്യപ്പൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് തിണ്ണയിലിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസുകാരനോട് ചോദിച്ചാണ് ഞാൻ വന്നത്. മോളെ, കോടതി വഴി എനിക്ക് കുറച്ച് പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വക്കീൽ പറഞ്ഞു. എന്ത് കിട്ടിയാലും അതിലൊരു പങ്ക് ഞാൻ നിനക്കു തരും. ദേവികയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. എനിക്ക് ആരുടെയും പൈസയൊന്നും വേണ്ട അപ്പൂപ്പ. ഞാൻ കാശ് മോഹിച്ചല്ല നിങ്ങളെ സഹായിച്ചത്. അയ്യപ്പൻ അവളുടെ മുഖത്തേക്ക് ദീർഘനേരം നോക്കിയിരുന്നു. ജീവിതത്തിന്റെ പരുക്കൻ വഴികൾ കണ്ട് മരവിച്ചു പോയ ആ വൃദ്ധന്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. എനിക്കറിയാം മോളെ, ഈ നാട്ടുകാർ നിന്നെ കാപ്പി പെണ്ണ് എന്ന് വിളിച്ച് പരിഹസിക്കുന്നത് ഞാൻ വരും വഴി കേട്ടു. പക്ഷേ അവർക്ക് ഈ കാപ്പിയുടെ യഥാർത്ഥ ഗുണം അറിയില്ല. കാപ്പിപ്പൂവ് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന് വലിയ ഭംഗിയോ നിറമോ ഒന്നും ഉണ്ടാകില്ല. വെളുത്ത ചെറിയൊരു പൂവ്. ആളുകൾ അതിനെ നോക്കി നിൽക്കാറുമില്ല. പക്ഷെ മോളെ, ആ പൂവ് കൊഴിഞ്ഞുണ്ടാകുന്ന കാപ്പിക്കുരു കനലിൽ കിടന്ന് വേവണം. അത് പൊടിഞ്ഞ് തിളച്ച വെള്ളത്തിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഗന്ധമുണ്ട്. അതൊരു ജീവനാണ്, ഉന്മേഷമാണ്. നീ ആ കാപ്പിപ്പൂവ് പോലെയാണ്. നിന്റെ ഉള്ളിലെ ഗുണം നീയും അറിഞ്ഞിട്ടില്ല, നിന്നെ കളിയാക്കുന്നവരും അറിഞ്ഞിട്ടില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്ത എനിക്ക് ജീവൻ തന്നവളാണ് നീ. അയ്യപ്പന്റെ ആ വാക്കുകൾ അവളുടെ കാതുകളിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങി. മറ്റുള്ളവർ കറുപ്പിന്റെ പേരിൽ മാറ്റി നിർത്തിയപ്പോൾ ഈ വൃദ്ധൻ അതിൽ കണ്ടത് കനലിൽ വെന്തുണ്ടാകുന്ന കാപ്പിയുടെ കടുപ്പമായിരുന്നു. ആ ധൈര്യവും അപരനോടുള്ള സ്നേഹവുമാണ് തൻ്റെ യഥാർത്ഥ സ്വത്വമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. 4 ചുവരുകൾക്കുള്ളിൽ കരഞ്ഞിരുന്ന ദേവികയ്ക്ക് അതൊരു ഉയിർത്തെഴുന്നേൽപ്പായിരുന്നു. അങ്ങനെ അവൾ നാട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. റേഷൻ കടയിലെ ക്രമക്കേടുകൾക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ട്, അശരണരായ വൃദ്ധർക്ക് മരുന്നെത്തിച്ചുകൊണ്ട് അവൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. തന്നെ അപമാനിച്ചവരുടെ മുന്നിൽ അവൾ തലയുയർത്തിപ്പിടിച്ചു നിന്നു. മെമ്പറെ, ഡോക്ടർ വിളിക്കുന്നു. അറ്റൻഡറുടെ ശബ്ദമാണ് അവളെ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചത്. അവൾ വേഗം എമർജൻസി വാർഡിലേക്ക് നടന്നു. ആ പയ്യന്റെ നില ഇപ്പോൾ തൃപ്തികരമാണ്. കൃത്യസമയത്ത് ചോര വാർന്നു പോകാതെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്, ഡോക്ടർ പറഞ്ഞു. വാർഡിന് പുറത്തേക്ക് വരുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ അവളുടെ കൈകളിൽ പിടിച്ച് നന്ദി പറയുന്നുണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആശുപത്രിയുടെ വലിയ ജനാലയിലെ ഗ്ലാസിൽ അവളുടെ പ്രതിബിംബം തെളിഞ്ഞു കണ്ടു. കറുത്ത നിറമുള്ള കോട്ടൺ സാരിയുടുത്ത, നെറ്റിയിൽ ചെറിയൊരു പൊട്ടുതൊട്ട കാക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രിയയായ മെമ്പർ ദേവിക. ഇന്ന് അവളെ ആരും കറുത്തവളെന്നോ പാവപ്പെട്ടവളെന്നോ വിളിച്ച് മാറ്റി നിർത്തുന്നില്ല. ജനങ്ങൾ അവളെ ബഹുമാനത്തോടെ മെമ്പർ ദേവിക എന്ന് വിളിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അയ്യപ്പൻ അപ്പൂപ്പൻ നൽകിയ ആ പേര് പച്ച പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. വെന്തുരുകുമ്പോഴും മറ്റുള്ളവർക്ക് ഉന്മേഷം നൽകുന്ന കനലിൻ്റെ കരുത്തുള്ള കാപ്പിപ്പെണ്ണ്.